അപ്പോൾ പ്രേക്ഷകരെ, എരുമേലിയിൽ നിന്നും കാനനപാത വഴി കാൽനടയായി അയ്യപ്പ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് പ്രത്യേക പ്രവേശന പാസ് നൽകാനുള്ള ദേവസ്വം ബോർഡിന്റെ പദ്ധതി പാളി. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഭക്തർ കാനനപാത വഴി എത്തിയതോടെ തിരക്ക് അനിയന്ത്രിതമായി എന്നാണ് ബോർഡിന്റെ വിലയിരുത്തൽ. അതേസമയം പ്രത്യേക പ്രവേശന പാസ് ലഭിച്ചിട്ടും പമ്പയിൽ ഉൾപ്പെടെ മണിക്കൂറുകളോളം ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. ഭക്തർ ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. വലിയ നടപ്പന്തലിൽ ക്യൂ നിൽക്കാതെ പ്രത്യേക പാസുള്ള ഭക്തർക്ക് ദർശനം നടത്താമെന്നായിരുന്നു ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. 28-ാം തീയതി മുതൽ കാനനപാതയിലൂടെ വരുന്ന ശബരിമല ഭക്തജനങ്ങളാണ്. ഇപ്പോൾ ഞങ്ങൾ പമ്പയിലെത്തി. വൻ ജനത്തിരക്ക് അകപ്പെട്ട് കിടക്കുകയാണ്. സാധാരണയായി ഞങ്ങൾ എരുമേലി വഴി വരുന്നവർക്ക് സെപ്പറേറ്റായി ഒരു ക്യൂവും ഞങ്ങൾക്ക് നേരിട്ട് പമ്പാ ഗണപതിയെ സന്ദർശിക്കാനുള്ള അവസരവും തരുന്നതാണ്. എന്നാൽ ഇത്തവണ അതൊന്നും തന്നെ ഇല്ല. പകരം ഞങ്ങളെ ലക്ഷങ്ങളോളം വരുന്ന പമ്പയിൽ നേരിട്ടെത്തുന്ന ഭക്തജനങ്ങളുടെ കൂടെ തന്നെയാണ് കയറ്റിവിടുന്നത്. അതിനാൽ തന്നെ ഒരു സ്പെഷ്യൽ പാസ് ഉണ്ട് എന്ന് പറഞ്ഞതിന് യാതൊരു ഉപയോഗവും ഞങ്ങൾ കാണുന്നില്ല. ഇത്രയും യാത്ര ചെയ്ത് 2 ദിവസമായി കാനനപാതയിലൂടെ കഷ്ടപ്പെട്ട അയ്യപ്പനെ കാണാൻ വന്ന ഞങ്ങൾ വളരെ ദുരന്തത്തിലാണ്. ബന്ധപ്പെട്ട അതോറിറ്റികൾ ഇതിനുള്ള ആക്ഷൻ എടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അവരുടെ പ്രതിഷേധം വളരെ ശക്തമാണ്. എന്നാൽ ബോർഡ് ഇപ്പോൾ കരുതുന്നത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ ഈ പ്രവേശന പാസൊക്കെ സ്വീകരിച്ച് ഇങ്ങോട്ട് വരാനുള്ളൊരു നീക്കം നടത്തിയപ്പോഴാണ് ദേവസ്വം ബോർഡിന് അവരെ ഉൾക്കൊള്ളിക്കാൻ കഴിയാതായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എരുമേലിയിൽ നിന്നും കാനനപാതയായി കാൽനടയായി എത്തുന്ന ഈ അയ്യപ്പ ഭക്തർക്ക് പ്രത്യേക പാസ് നൽകാനുള്ള ദേവസ്വം ബോർഡിൻ്റെ പദ്ധതി പാളിയിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ പറയുന്നത് പോലെ മണിക്കൂറുകളോളം അവർക്ക് ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. ഭക്തർ ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഇപ്പോൾ ഇട്ട ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. എന്തായാലും പ്രത്യേക പ്രവേശന പാസ് നൽകണമെന്നാവശ്യപ്പെട്ട് മുക്കുഴി ദേവീക്ഷേത്രത്തിൽ ഭക്തരിപ്പോൾ പ്രതിഷേധിക്കുന്നു. നമുക്ക് അവരുടെ ദൃശ്യങ്ങൾ കൂടിയൊന്ന് കണ്ടുവരാം. മുക്കുഴി ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. പ്രവീൺ പുരുഷോത്തമൻ, നമ്മൾ ഇപ്പോൾ കൊടുത്ത ദൃശ്യങ്ങൾ ഭക്തരുടെ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ്. കാനനപാതയിലൂടെ വരുന്നവർക്ക് പ്രത്യേക പാസ് കൊടുക്കാമെന്നുള്ള തീരുമാനം ഈ തിരക്ക് കൂടിയതുകൊണ്ടാണോ ദേവസ്വം ബോർഡ് പിൻവലിച്ചത്? അങ്ങനെ ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി പിൻവലിച്ചോ ആ തീരുമാനം? ഗുഡ് മോർണിംഗ് അരുൺ. എരുമേലിയിൽ നിന്നും കാനനപാത വഴി കാൽനടയായി യാത്ര ചെയ്ത് അയ്യപ്പ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് പ്രത്യേക പ്രവേശന പാസ് നൽകാൻ അടുത്തിടെയാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ഇങ്ങനെ ഒരു പ്രത്യേക പ്രവേശന പാസ് നൽകണമെന്നൊരു ആവശ്യം ഈ കാനനപാത വഴി നടന്നു വരുന്ന ഭക്തർ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ദേവസ്വം ബോർഡ് ഈ ഒരു തീരുമാനമെടുത്തത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും ഒരു നിവേദനം പോയിരുന്നു. അതിനുശേഷം ദേവസ്വം വകുപ്പ് മന്ത്രി ഈ നിവേദനം ദേവസ്വം ബോർഡിന് കൈമാറുകയും പിന്നീട് ദേവസ്വം ബോർഡ് അതിന്മേൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയുമായിരുന്നു. പക്ഷേ ഇതിൽ സംഭവിച്ചത് ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചതിലധികം ഭക്തർ ഈ കാനനപാത വഴി നടന്ന് പ്രത്യേക പാസ് കരസ്ഥമാക്കി പമ്പയിലേക്ക് എത്തി എന്നുള്ളതാണ്. അതായത് 5000 പേരെ മാത്രമാണ് പരമാവധി ഒരു ദിവസം ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ തന്നെ 21,000-ഓളം ഭക്തരാണ് കാൽനടയായി പമ്പയിലേക്ക് എത്തിയത്. അപ്പോൾ ഇന്നലെ അനിയന്ത്രിതമായിട്ടുള്ള തിരക്കും അനുഭവപ്പെട്ടു. ഇന്നലെ 7 മണിക്കൂറൊക്കെ ക്യൂ നിന്നാണ് അയ്യപ്പ ദർശനം ഭക്തർക്ക് സാധ്യമായത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി പ്രത്യേക പ്രവേശന പാസ് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയത്. അത് ദേവസ്വം ബോർഡ് അംഗം അജികുമാർ തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ ഭക്തർക്ക് കടുത്ത അതൃപ്തിയുണ്ട്. കാരണം ഇങ്ങനെ പ്രവേശന പാസ് നൽകുന്നത് അറിഞ്ഞുകൊണ്ട് ധാരാളം ഭക്തരാണ് കാനനപാത വഴി എരുമേലിയിൽ നിന്നും പുറപ്പെട്ട് പമ്പയിലേക്ക് എത്തിയിരുന്നത്. 32 കിലോമീറ്റർ വനത്തിനകത്തൂടെ നടന്നാണ് ഇവർ പമ്പയിൽ എത്തിയിരുന്നത്. ഇപ്പോഴും നാം നേരത്തെ കണ്ട ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ 7 മണിയോടുകൂടി മുക്കുഴി ദേവീക്ഷേത്രത്തിൽ നിന്നുള്ളതാണ്. അവിടെ വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഈ പ്രത്യേക പ്രവേശന പാസ് നൽകുന്നത്. അതായത് ഇന്നലെ മുതൽ തന്നെ ഈ പ്രവേശന പാസ് നൽകുന്നത് ദേവസ്വം ബോർഡ് താൽക്കാലികമായി നിർത്തിവെച്ചു. പക്ഷേ ഇത് ഭൂരിഭാഗം ഭക്തരും ഇത് അറിഞ്ഞിട്ടില്ല. അവർ അത് അറിയാതെ ഇന്ന് പ്രവേശന പാസ് കിട്ടും എന്നുള്ള ഒരു തോന്നലിലാണ് അവരിന്ന് മുക്കുഴി ദേവീക്ഷേത്രം വഴി കാനനപാത വഴി
നടന്ന് പമ്പയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയത്. പക്ഷേ ഇപ്പോൾ ആ പ്രവേശന പാസ് നൽകുന്നില്ല. തങ്ങൾക്ക് ആ പ്രവേശന പാസ് വേണമെന്ന് തന്നെയാണ് ഈ ഭക്തർ ആവശ്യപ്പെടുന്നത്. പക്ഷേ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഇങ്ങനെ അനിയന്ത്രിതമായ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് ഈ പ്രവേശന പാസ് നൽകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഏതായാലും ഭക്തരെ സംബന്ധിച്ച് അവർ ഇപ്പോൾ ഈ പ്രത്യേക പ്രവേശന പാസ് കിട്ടാതെ അവിടെ നിന്ന് പോകില്ല എന്നാണ് മുക്കിഴി ദേവീക്ഷേത്രത്തിൽ നിന്നും പറയുന്നത്. ഇനി ഇക്കാര്യത്തിൽ ഏതായാലും ദേവസ്വം ബോർഡ് ഒരു ഇത്തരം അറിയിപ്പുകൾ മുൻകൂറായിട്ട് നൽകുക എന്നുള്ളത് വേണ്ടത് കാര്യമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, നമുക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഒന്ന് ശ്രമിക്കാവുന്നതാണ്. ആ മുക്കുഴി ക്ഷേത്രത്തിൽ പെട്ടിരിക്കുന്നവർക്കെങ്കിലും ദേവസ്വം ബോർഡ് പാസുകൾ നൽകി എത്രയും പെട്ടെന്ന് അവരെ കയറ്റിവിടുക. ഇനിയുള്ളവരോട് ഈ വിവരം മുൻകൂറായിട്ട് അറിയിക്കുക. പ്രത്യേക പാസ് ഉണ്ടാവില്ല എന്നുള്ള വിവരം അറിയിക്കുക. രാത്രിയിൽ തീരുമാനമെടുത്താൽ ഈ ഭക്തജനങ്ങൾ അറിയാൻ സാധ്യതയില്ലല്ലോ. അവർ ഇങ്ങനെ നടന്നു വരികയില്ലേ മണിക്കൂറുകളോളം. അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാതെ അതിനുള്ള താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുക. എന്നാൽ തിരക്ക് കൂടുതലാണെങ്കിൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. പക്ഷേ ഇപ്പോൾ പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് സുഖദർശനത്തിനുള്ള അവസരം ഒരുക്കണം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമലയിൽ നല്ല തിരക്കുണ്ട്. വരുന്ന ദിവസങ്ങളിലും തിരക്ക് കൂടും. മകരവിളക്കുമായി ബന്ധപ്പെട്ട തിരക്കാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.